പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അധ്യായം 9 കോശങ്ങളും കോശജാലങ്ങളും സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ടുസ്മി റഷീദ് ഓടക്കൽ, കൊണ്ടോട്ടി. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ഇതുവരെയാണ്. അതായത് സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ. നമുക്കൊന്ന് ഓർത്തു നോക്കാം. കോശസ്തരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സെൽ മെംബ്രെയിൻ്റെ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ഭാഗങ്ങളെയും പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം എന്നാണ് പറയുക. അതിലുള്ളത് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസുമാണ്. അതായത് മർമ്മവും കോശദ്രവ്യവുമാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതിലെ മർമ്മം എന്ന് പറയുന്നത് ഇവിടെ ജന്തുകോശത്തിൽ അത് ഏകദേശം മധ്യഭാഗത്തായിട്ട് കാണുന്നു. മെച്ചർ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ അതൊരു സൈഡിലേക്ക് അല്പം സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. കാരണം മറ്റൊരു സെൽ ഓർഗനൽ ഇവിടെ വലുതായി വന്നിട്ടുണ്ട്, വാക്യൂൾ എന്ന് പറയുന്ന, ഫാനം എന്ന് പറയുന്ന. എന്തായാലും ന്യൂക്ലിയസ് എന്ന കൺട്രോളിംഗ് സെൻറ്ററും മറ്റ് കോശാംഗങ്ങളും ഏതൊക്കെയാണ്, അവ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ഇവിടെ ചർച്ച ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്താണെന്നും കൂടി പറയാം. സെൽ ഓർഗനൽസ് ലിറ്റിൽ ഓർഗൻസ് എന്നറിയപ്പെടും അഥവാ കോശാംഗങ്ങൾ. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചേഴ്സ് വിത്തിൻ എ സെൽ ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. ഒരു കോശത്തിനുള്ളിൽ പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കുറേ ഭാഗങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂക്കാരിയോട്ടിക് സെല്ലും പ്രോകാരിയോട്ടിക് സെല്ലും തമ്മിൽ ഡിഫറൻസ്. ഈ പ്രോകാരിയോട്ടിക് സെല്ലിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്ഥരാവരണത്തോടു കൂടിയൊരു ന്യൂക്ലിയസ്, മറ്റ് ഓർഗനൽസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ബാക്ടീരിയ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മർമ്മം നിയന്ത്രണ കേന്ദ്രമാണ്, കൺട്രോളിംഗ് സെൻറ്റർ ഓഫ് സെല്ലാണ്. അതിൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കോശത്തിലെ ഓരോ അംഗവും ഓരോ ഓർഗനലും നിർവഹിക്കുന്ന ധർമ്മങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് സെല്ലുലാർ ആക്ടിവിറ്റീസ് എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ന്യൂക്ലിയസ് ആണ്. ഒരു ന്യൂക്ലിയസിന് ഇതെങ്ങനെ ഒരു മെംബ്രെയിന്, പോറസ് ആയിട്ടുള്ള സുഷിരങ്ങളോട് കൂടിയ ഒരു മർമ്മസ്തരമുണ്ട്. ആ മർമ്മസ്തരത്തിനുള്ളിൽ മുഴുവനും മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസമാണ്. ആ ന്യൂക്ലിയോപ്ലാസത്തിൽ കാര്യമായിട്ട് കാണുന്നത് ക്രൊമാറ്റിൻ നെറ്റ്വർക്കാണ്, ക്രൊമാറ്റിൻ ജാലിക. നമുക്ക് ഒരു കോശം വിഭജിക്കാൻ നേരത്ത്, കോശ വിഭജന സമയത്ത്, സെൽ ഡിവിഷൻ്റെ ടൈമിൽ ഇത് ക്രോമസോമുകളായിട്ടാണ് കാണപ്പെടുക. ഈ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് നമ്മുടെ ഓരോ കോശത്തിലും 23 ജോഡി 23 പേഴ്സ് ഓഫ് ക്രോമസോം ഉണ്ട് എന്നും ആ ക്രോമസോമിലാണ് നമ്മുടെ DNA-കൾ അഥവാ അതിൻ്റെ ഭാഗങ്ങളാണ് ജീനുകൾ എന്നൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അങ്ങനെ ആ ജീനുകളുടെ സഹായമുള്ളത് കൊണ്ടാണ്, ജീനുകളുടെ സഹായത്തോടു കൂടിയാണ് വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്, നമ്മുടെ പാരമ്പര്യമടക്കം, ഹെറിഡിറ്റി അടക്കം. പിന്നെ 1-2 ന്യൂക്ലിയോലസുകളും മർമ്മത്തിൽ കാണും. ഈ മർമ്മത്തിനുള്ളിൽ കാണുന്ന ഈ ഗോളാകൃതിയുള്ള ഇത് ന്യൂക്ലിയോലസ് ആണ്. നമുക്ക് ഈ ചിത്രം കൂടി കണ്ടാൽ വ്യക്തമാണ്. ഇവിടെ ന്യൂക്ലിയോലസ്, മർമ്മകമുണ്ട്, ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമസോമുകൾ ഉണ്ട്. ഇത് എല്ലാം മർമ്മസ്തരത്തിനുള്ളിലെ മർമ്മദ്രവ്യത്തിൽ അഥവാ ന്യൂക്ലിയോപ്ലാസത്തിലാണ് ഉള്ളത്. മൈറ്റോകോൺട്രിയ എന്ന ഇരട്ട സ്തരാവരണമുള്ള ഈ ഒരു ഓർഗനൽ, അതിൻ്റെ ഉള്ളിലെ സ്തരം ഉള്ളിലേക്ക് മടങ്ങി കിടക്കുന്നത് പോലെയാണ്. അതിനുള്ളിൽ എൻസൈംസ് ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ എനർജി പ്രൊഡ്യൂസിങ് സെൻറ്ററാണ്, ഊർജ്ജോൽപാദന കേന്ദ്രമാണ്. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, ഫുഡിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, അത് അവിടെ സ്റ്റോർ ചെയ്യും, സംഭരിക്കും, ആവശ്യമെങ്കിൽ അത് വിതരണം ചെയ്യുകയും ചെയ്യും. സ്റ്റോർസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ എനർജി ഒബ്റ്റെയിൻ ഫ്രം ദി ഓക്സിഡേഷൻ ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. റൈബോസോമുകളാണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ കേന്ദ്രങ്ങൾ, പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രങ്ങൾ. ഈ റൈബോസോമുകൾ വളരെ ചെറിയ, കാണാൻ ഇതിൽ ഇപ്പോൾ അടയാളപ്പെടുത്താൻ മാത്രമില്ല, അതുകൊണ്ടാണ് ഇതിൽ എവിടെയാണ് റൈബോസോം എന്ന് കാണിച്ചു തരാൻ പറ്റാത്തത്. വളരെ ചെറുതാണ്. അതിന് 2 യൂണിറ്റുകളുണ്ട്, ലാർജ് യൂണിറ്റും ഒരു ചെറിയൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സബ് യൂണിറ്റും. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറോട് കൂടി ഇതിലാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്ന ഈ റൈബോസോമുകൾ ഈ മർമ്മത്തിൽ നിന്ന് ഇവിടെ കാണുന്ന ഇതുപോലെയുള്ള, നമ്മളിനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും, അവിടെയും അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫൗണ്ടിങ് ദ സൈറ്റോസോം ഐദർ ഫ്രീലി, ഒന്നുകിൽ ഫ്രീ ആയിട്ട് കാണുന്നു അല്ലെങ്കിൽ ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അങ്ങനെ അന്തർദ്രവ്യജാലികയോട് ചേർന്നോ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ റൈബോസോമുകൾ ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്ന കാണാം. ഈ കറുത്ത പുള്ളിക്കുത്തോടു കൂടിയുള്ളത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന റൈബോസോമുകളാണ്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു കുഴലുകളാണ്, മടക്കുകളോട് കൂടിയ കുഴൽ, ഒരു സംവഹന പാതയാണ്.
അതായത് ആവശ്യമുള്ള മെറ്റീരിയൽസൊക്കെ മർമ്മത്തിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ മർമ്മത്തിലേക്കൊക്കെ എത്താനുള്ളൊരു പാത കൂടിയാണ്. അങ്ങനെ ഒരു കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പാത്വേ ആണ് ഈ ഒരു അന്തർദ്രവ്യജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾഗി ബോഡീസ്, ഗോൾഗി വസ്തുക്കൾ, ഇത് ചെറിയ കുഴലുകളുടെ ശൃംഖലയാണ്. കുഴലുകളും സഞ്ചികളൊക്കെയാണ്, മെംബ്രേനിയസ് സ്ട്രക്ചേഴ്സാണ്. അത് പലപ്പോഴും ചില കൊഴുപ്പ് അതുപോലെയുള്ളതിനൊക്കെ സംഭരിച്ചു വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാ വസ്തുക്കളും ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ജോലിയാണ്. ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെയും ജോലി. ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോട്ടീനോ അല്ലെങ്കിൽ ഫാറ്റോ ലിപ്പിഡോ മറ്റ് രീതിയിലുള്ള സംവിധാനങ്ങൾ, ഫുഡടക്കം ചിലപ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ ഗ്ലാൻഡുലാർ സെല്ലിലെ ഗ്രന്ഥികളിലെ ഗ്രന്ഥികോശങ്ങളിൽ സെക്രീഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള സെക്രീഷൻസൊക്കെ ഇവരിൽ ആണ് ഉണ്ടാവുക. അപ്പോൾ മ്യൂക്കസ് എന്ന് പറയുന്ന മ്യൂക്കസ് മെംബ്രെയിനിലെ മ്യൂക്കസ് എന്ന സെക്രീഷൻ, അതൊക്കെ അത്തരം ഗ്ലാൻഡിലൊക്കെ ഇവ ധാരാളം ഉണ്ടാവും. ഗോൾഗി ബോഡീസ് ധാരാളം ഉണ്ടാവും. ഫാനം വാക്യൂള് സാധാരണഗതിയിൽ പ്ലാന്റ് സെല്ലിലാണ് കാണുന്നത്, അനിമൽ സെല്ലിൽ കാണുന്നില്ല. പ്ലാന്റ് സെല്ലിൽ വളരെ ചെറുതായിരിക്കുന്ന ഇവ 2 or 3 ഒക്കെ ഉള്ളത് പിന്നീട് വലുതായി പരസ്പരം ചേർന്ന് അത് പിന്നീട് ഒരു വലിയ ഒരു രീതിയിലുള്ളൊരു ഓർഗനലായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അതിനനുസരിച്ച് അതിൻ്റെ മർമ്മം ഒരല്പം സൈഡിലേക്ക് പോകുന്നു. ഇത് വേസ്റ്റ് മെറ്റീരിയലും വാട്ടറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നൊരു ഭാഗം കൂടിയാണ്. ഇതിൻ്റെ ഒരു ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിനൊക്കെ ഉള്ള ഒരു ഭാഗം ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സസ്യങ്ങളിൽ ജന്തുകോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നൊരു കാര്യമാണ് പ്ലാസ്റ്റിഡുകൾ അല്ലെങ്കിൽ ജൈവകണങ്ങൾ. നമുക്ക് ക്ലോറോപ്ലാസ്റ്റുകളെ പറ്റി അറിയാം, ഹരിതകണങ്ങളെ പറ്റി അറിയാം. പച്ചനിറം നൽകാൻ ഉള്ള ക്ലോറോഫിൽ ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടാണ് ആഹാരം നിർമ്മിക്കപ്പെട്ടാണ് മറ്റുള്ള ജീവജാലങ്ങൾ വരെ ഈ ലോകത്ത് ജീവിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഇതുപോലെ വർണ്ണകണങ്ങൾ, ഇപ്പോൾ വർണ്ണകണം എന്ന് പറയുമ്പോൾ നിറം നൽകാനാണ്. സസ്യങ്ങളുടെ പൂക്കൾക്ക് അല്ലെങ്കിൽ കായ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിന് അതുപോലെയുള്ളതിനൊക്കെ നിറം ഉണ്ടാവും. അതിനാണ് വർണ്ണകണം. വെള്ള നിറവും മറ്റൊക്കെ ആണെങ്കിൽ ശ്വേതകണം ങ്ങളാണ് ഉപയോഗിക്കുക. അവ സംഭരിക്കാനും കൂടി സ്റ്റോറേജിനും കൂടി സഹായിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ക്ലോറോപ്ലാസ്റ്റ് കൊണ്ടാണ് ഈ പച്ച നിറം കിട്ടുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതിൽ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ കളേർഡ് പിഗ്മെൻ്റ് ആണുള്ളത്. ഫോട്ടോസിന്തസിസ് ആണ് ഇതിൻ്റെ ജോലി. വർണ്ണങ്ങൾ ഇതുപോലെയുള്ള ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള വർണ്ണങ്ങൾ കിട്ടാനുള്ള കാരണം ക്രോമോപ്ലാസ്റ്റുകളാണ്. അതുപോലെ നിറമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വെളുത്ത നിറം, അതൊക്കെ ല്യൂക്കോപ്ലാസ്റ്റുകളാണ് ഉള്ളത്. ല്യൂക്കോപ്ലാസ്റ്റുകൾ സ്റ്റോർ ചെയ്തേക്കുന്നുണ്ട്. ഇതിൽ പിഗ്മെൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ നിറം അങ്ങനെ. മറ്റൊരു സെൽ ഓർഗനലാണ് ലൈസോസോം. ജന്തുകോശങ്ങളിലാണ് സാധാരണ കാണുക. ഈ ലൈസോസോമിനുള്ളിൽ നല്ല എൻസൈമുണ്ട്, കടുത്ത എൻസൈമുണ്ട്. അത് മറ്റു വസ്തുക്കളെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ്. ഫോറിൻ ബോഡീസിനെ അല്ലെങ്കിൽ ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് പുറത്ത് കളയുന്ന ജോലിയാണ് ലൈസോസോമുകൾക്കുള്ളത്. സാധാരണ ജന്തുകോശത്തിലാണ് കാണുക. ജന്തുകോശത്തിൽ തന്നെ ഈ ഏകദേശം മധ്യഭാഗത്തായിട്ട് കാണുന്ന സെൻട്രോസോമിനുള്ളിൽ ഇതുപോലുള്ള ട്യൂബൂൾസ് ചേർന്ന് കാണാം. സെൻട്രിയോളുകൾ എന്നാണ് പറയുക. ഇവ സെൽ ഡിവിഷൻ്റെ സമയത്ത് ഇങ്ങനെ ഇവിടെ ഈ സെൻട്രിയോളുകൾ 2 വശത്തു നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഫൈബേഴ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമുക്ക്. അങ്ങനെ ക്രോമസോമിൻ്റെ ജോഡികളെ വേർപ്പെടുത്തി 2 ഭാഗത്തേക്ക് കോശം വിഭജിച്ച് 2 ആവാനുള്ള ആ ഒരു സമയത്ത് ഈ ഒരു സെൻട്രിയോളിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ഇതുപോലെ ഫൈബർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്നും പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം. സെൽ വോള് പ്ലാന്റ് സെല്ലിനുണ്ട്, വാക്യൂളുണ്ട്, പ്ലാസ്റ്റിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 എണ്ണം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഹരിതകണങ്ങൾ, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന വർണ്ണകണങ്ങൾ, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ശ്വേതകണങ്ങൾ എന്നീ പ്ലാസ്റ്റിഡുകളൊക്കെ സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ജന്തുകോശങ്ങളിൽ അവ ഇല്ല. പകരം ലൈസോസോം, സെൻട്രിയോളൊക്കെ ഇവിടെയാണ് കൂടുതലും ജന്തുകോശത്തിലാണ് ആക്റ്റീവ് ആവുന്നത്.
മറ്റ് ഭാഗങ്ങൾ ഏറെക്കുറെ ഈ മധ്യഭാഗത്ത് കാണിച്ചിരിക്കുന്നത് രണ്ടിലുള്ളതാണ്. സെൽ മെംബ്രെയിൻ കോശസ്ഥലമുണ്ട്, മർമ്മം എന്ന കൺട്രോളിംഗ് സെൻറ്റർ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അന്തർദ്രവ്യജാലിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് പാത്വേ ഉണ്ട്, റൈബോസോം എന്ന് പറയുന്ന പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന ധാരാളം ചെറിയ ഓർഗനലുണ്ട്. അതുപോലെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ നമ്മുടെ പവർ ഹൗസാണ് സെല്ലിൻ്റെ, കോശത്തിൻ്റെ പവർ ഹൗസായിട്ട് അറിയപ്പെടുന്നതുണ്ട്. ഗോൾഗി ബോഡീസ് എന്ന് പറയുന്ന സെക്രീഷൻസും മറ്റൊക്കെ സ്റ്റോർ ചെയ്ത് ഗോൾഗി ബോഡീസ് ഉണ്ട്. ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. അടുത്തൊരു ഭാഗത്ത് നമുക്ക് സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടിഷ്യൂസ് അഥവാ കോശജാലങ്ങൾ, കലകൾ എന്ന് പറയും, അവയെക്കുറിച്ച് ഒന്ന് പറയാം. എന്തായാലും അതുവരെ വിടാം. താങ്ക് യു.